നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ആരാടി? എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ദേവിയോ? അനുഗ്രഹം കൊടുക്കുന്ന ദേവി മാത്രമല്ല ഞാൻ. വേണ്ടി വന്ന ചുട്ടു ഭസ്മമാക്കാൻ പോന്ന ദുർഗ കൂടിയാ. ദക്ഷയെ ചുട്ടിച്ചാരമാക്കാൻ നിനക്ക് കഴിയില്ല. ദക്ഷ എന്ന രണ്ടക്ഷരത്തിനു മുന്നിൽ മംഗലശ്ശേരിക്കാർ നടുങ്ങി വിറയ്ക്കുന്നതൊന്നും നീ അറിയുന്നില്ലേ? അവര് ശുദ്ധാത്മാക്കളായതുകൊണ്ട്, നിങ്ങളോട് എന്തോ മഹാപാപം ചെയ്തു പോയെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട്. എന്നോട് എന്റെ കുടുംബത്തോടും ചെയ്തത് പാപമല്ലാതെ പിന്നെ എന്താടി? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കൊച്ചിന്റെ കഴുത്തിന് പിടിവിട്. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ? കേറാ വണ്ടിയില്. ഇവരൊച്ചയുണ്ടാക്കിയ മംഗലശ്ശേരിയിലുള്ളവര് വരുമല്ലോ. മംഗലശ്ശേരിയിലുള്ളവരെ അറിയിക്കാതെ പോകാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷെ നീ വന്നാ നിന്റെ മണം പിടിച്ച് ഞാനിത് മനസ്സിലാക്കും. നിന്നെ ഒരു നരന്ത് പെണ്ണായിട്ടാ ഞാൻ കണ്ടത്. എനിക്ക് നീ ഒരു പ്രതിയോഗിയേ അല്ലായിരുന്നു. പക്ഷേ നിന്നെ ഞാനിപ്പോ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. ദക്ഷയുടെ ശരിക്കുള്ള ശത്രു നീയാ. ദക്ഷമ്മ അത് മനസ്സിലാക്കാൻ വൈകിയതില് ഞാനല്ല കുറ്റക്കാരി. ഞാൻ ശരിക്കും ആരാണെന്ന് മംഗലശ്ശേരിയിലുള്ളവർക്ക് അറിയില്ലെങ്കിലും ദക്ഷമ്മയ്ക്ക് അതറിയാം. മംഗലശ്ശേരി വീടിന്റെ മരുമകൾ. ആ വീടിന് നേരെ ഒരു ശത്രു വന്നാൽ പ്രതികരിക്കേണ്ടത് മരുമകളായ എന്റെ കടമയാണ്. എന്റെ ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ദക്ഷമ്മയ്ക്കോ മകൾക്കോ കഴിയില്ല. വെളിപ്പെടുത്തിയാൽ മകളുടെ മോഹം പൂവണിയില്ല. അതേടി, ഞാനത് പറഞ്ഞോ? ശ്രീദേവി നിന്നെ നിലവിളക്ക് തന്ന് പടി കയറ്റുമെന്ന് എനിക്കറിയാം. നിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കും. എന്റെ മകളുടെ കല്യാണത്തിന് മുൻപ് നീ സ്വാതിയുടെ കയ്യും പിടിച്ച് വരൂന്നല്ലേ വെല്ലുവിളിച്ചത്? ദക്ഷമ്മയ്ക്ക് അതിലൊരു സംശയവും വേണ്ട. സ്വാതിക്ക് നടക്കാൻ കഴിഞ്ഞെന്നറിഞ്ഞ ആ മനയിലിട്ട് തന്നെ അവളുടെ കാലുകൾ ഞാനായിട്ട് വെട്ടിമാറ്റും. ദൈവം മുറിക്കാൻ വിധിച്ചത് ദക്ഷയുടെ കൈകൊണ്ടാവും. എന്നിട്ട് ഞാൻ എന്റെ മകളുടെ കല്യാണം നടത്തിയിരിക്കും. അത് കഴിഞ്ഞ് ദക്ഷയുടെ തൃക്കണ്ണ് തുറക്കാൻ പോകുന്നത് നിന്റെ നേരെയായിരിക്കും. നീയല്ല ദുർഗ, ഞാനാ ദുർഗ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.